അപ്പോൾ ഗൈസ് നമ്മുടെ മറ്റേ ഒരു 2021 മോഡൽ BS6 ഹിമാലയം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സെയിലുള്ള വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫസ്റ്റത്തെ ഒരു 6 സർവീസ് വരെ സർവീസ് സെൻ്ററൊന്നും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തത്. അതിന് ശേഷമുള്ള സർവീസ് ഈ ഒരു ഓണറിൻ്റെ ഒരു ഫ്രണ്ട് വൈസിൽ അങ്ങനെ എടുത്താണ് കേട്ടോ. നമ്മൾ സർവീസ് സെൻ്ററത്തെ ആ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് മൂപ്പര് തൽക്കാലം ബാക്കിയുള്ള സർവീസൊക്കെ പുറത്തെടുത്താണ്. 2021 മോഡൽ ലാസ്റ്റാണ്, എന്നുവെച്ചാൽ ഡിസംബർ ആ ഒരു ടൈമിനെടുത്ത വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം 2022 തന്നെയായി. പക്ഷേ ഈ ഒരു ഓണർ ചോദിക്കുന്നത് 2021 മോഡൽസിനൊക്കെ സാധാരണ കമ്പനി പുറത്ത് ഈ ഇപ്പോൾ ഒരു OLX അതേമാതിരത്തെ ആപ്ലിക്കേഷനിലൊക്കെ കാണുന്ന മാതിരത്തെ ഒരു റേറ്റും കാര്യങ്ങളാണ് പുള്ളിക്കാരപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റേറ്റും കാര്യങ്ങളും പറഞ്ഞുതരാം. സിംഗിൾ ഓണറാണ്. മൂപ്പര് ഏകദേശം 36,100 കിലോമീറ്റർ ഈ ഒരു വണ്ടിയുടെ മുകളിൽ ഇപ്പോൾ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റിയുടെ മൈലേജ് എന്നൊക്കെ പറയുന്നത് മൂപ്പര് പറയുന്നത് ഏകദേശം ഒരു 25 കിലോമീറ്ററിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ഹൈവേസിൽ ഒരു 30 കിലോമീറ്റർ ആ റേഞ്ചിനടുത്ത് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ ഒരു ഹിമാലയൻ അഫോർഡബിളിനെ വണ്ടിനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഇല്ല. വേറെ വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. എൻജിനൊക്കെ ഓക്കെ സെറ്റാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഒരു വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ താഴത്ത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അവിടെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നതാണോ നോക്കുക. അപ്പോൾ ഇതിന് മുകളിൽ വലിയ ഐറ്റംസ് ഒന്നും ലോഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. വേറെ തട്ടുപൊളിപ്പം പണിയൊന്നും എടുത്തിട്ടില്ല. വണ്ടി നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കഴുകാത്തതിൻ്റെ ഒരു വൃത്തികേടുണ്ട്. അപ്പോൾ മൂപ്പരിപ്പോൾ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ മൂപ്പരിപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയി. അപ്പോൾ മൂന്നാം കൂടി ഇതിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ ഒരു വണ്ടി സെയിൽ ചെയ്യണമല്ല, നിങ്ങൾ താല്പര്യം ഉണ്ടായിട്ട് കൊടുക്കുകയല്ല. ബോൾട്ട് റേസർ ഐറ്റംസ് ഒക്കെ സെറ്റാണ് കേട്ടോ. സാധാരണ അങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് ഈ ഒരു ഹിമാലയത്തിന് വരുന്നത്. പുള്ളിക്കാരൻ വലിയ ഓഫ് റോഡൊന്നും നടത്തിയിട്ടില്ല. മൂപ്പര് ഓൺ ദ ടൈം റോഡ് തന്നെ ഉണ്ടാവില്ല. പക്ഷേ മൂപ്പരൊരു വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ടൗൺ മീൻസ് എന്താ പറയുക, വീട്ടിൽ നിന്ന് ഷോപ്പ് വീട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഓവർ മുറിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ ഈ ഒരു വൈസറും അതേമാതിരി ഈ ഒരു മീറ്റർ കൺസോളൊക്കെ ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്മോക്ക് എഫക്റ്റ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടി ഓടിച്ച് നോക്കി കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇവിടെ നിന്ന് സൈഡാക്കാം. അപ്പോൾ അതെ ഇതാണ് വണ്ടി. ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് ഏകദേശം മൂപ്പര് ചോദിക്കുന്നത് 2,10,000 റുപ്പീസിൻ്റെ അടുത്താണ്. ഓൺലൈനിലൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു OLX-ലൊക്കെ ഇട്ടേക്കുന്ന റേറ്റും ഏകദേശം ഒരു 2,10,000 ആ റേഞ്ച് തന്നെയാണ് 2021 മോഡൽസിന് പറഞ്ഞേക്കുന്നത്. ഇത് 21 മോഡലാണ്. പക്ഷേ 21 മോഡൽ ലാസ്റ്റാണ്, ഡിസംബർ മോഡലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 2022 തന്നെ ആയി. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കുക. അവിടെ ഈ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ വർക്കും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് കണ്ടീഷനിലാണ്. വണ്ടിയുടെ സർവീസൊക്കെ മൂപ്പര് സർവീസ് സെൻ്റർ നല്ല ഇപ്പോൾ ലാസ്റ്റ് എടുത്ത സർവീസൊക്കെ എടുത്തത്. ഫസ്റ്റത്തെ ഒരു 6 സർവീസ് മാത്രമേ അങ്ങനെ എടുത്തിട്ടുള്ളൂ. വണ്ടിയുടെ മുകളിൽ ലോൺ പെൻഡിങ് ഉണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞത് NOC ഒക്കെ ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട് മൂപ്പർക്ക് കിട്ടും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ മൂപ്പര് ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ വണ്ടിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ലോൺ അടച്ച് ബാക്കി ലോൺ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കും. അത് ഓക്കെ. ഈ ഒരു കണ്ണാടിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. വണ്ടി നന്നായിട്ട് കയറുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനീഷ്യൽ പുള്ളിങ്ങിനൊന്നും ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്ന് ഒരുപാട് ഹിമാലയം ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ടയേഴ്സ് രണ്ടും ഫ്രണ്ടത്തെ ടയർ ഏകദേശം പുതിയ തന്നെയാണ്. ഏകദേശം ഒരു 80% ത്രെഡൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. ബാക്കത്തെ ടയർ കുറച്ചൊന്ന് തീർന്നിട്ടുണ്ട്.
കട്ട കുറച്ചൊന്ന് കുറവാണ്. നമ്മുടെ ഒരു എന്താ മെയിൻ പവർ കംപ്ലീറ്റ് കിട്ടുന്ന ഒരു സെൻറ്ററിലാണല്ലോ, അതുകൊണ്ടായിരിക്കും. സൈഡിലൊക്കെ അത്യാവശ്യം ത്രെഡ് കാണുന്നുണ്ട്. സെൻറ്ററിൽ വളരെ വളരെ മോശമല്ല, ഒരു 50% ത്രെഡ് അതിനുള്ള ബാക്കിയുണ്ട്. പിന്നെ ചെയിനും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ചെയിനെ പറ്റി പേടിക്കേണ്ട. ബ്രേക്ക് പാഡ്സ് ബാക്കത്തത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഫ്രണ്ടത്തെ എന്താ അവസ്ഥ? ഫ്രണ്ടത്തത് ഈ പറഞ്ഞ മാതിരി ഓൾമോസ്റ്റ് കാലിയായ മാതിരിയാണ്. ബ്രേക്ക് പാഡ്സ് എന്തായാലും മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകൾ അതിന് തന്നെ ഉള്ളൂ. വേറെ വലിയ വർക്കൊന്നും ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആക്കിയിട്ട് എടുക്കാം. സ്മൂത്തായിട്ട് സ്റ്റാർട്ടാവുന്ന കണ്ടിട്ടോ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.